CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഭാവിയിലേക്കുള്ള പാതയൊരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അവഗണിക്കപ്പെട്ട കേരളം, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികൾ ഒന്നും ലഭിച്ചില്ല. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളും തടയാനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥാനങ്ങളും സംരക്ഷിക്കാനും അടിയന്തര നടപടി വേണമെന്ന് ഡോക്ടർ MP അബ്ദുസമദ് സമദാനി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പാറയമ്പാടത്തെ മരണക്കുഴി വീണ്ടും അപകടമരണം. റോഡിലെ കുഴിയിൽ വീണു തെറിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരിച്ചു. പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ അറുമുഖന്റെ മകൻ 62 വയസ്സുള്ള ശശിധരനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നു പുലർച്ചെ മരിച്ചത്. CPM ഭരിക്കുന്ന കുന്നംകുളം നഗരസഭയിലേക്ക് CITU മാർച്ച്. തുറക്കുളം മത്സ്യമാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും തൊഴിലാളികളുടെ ക്ഷേമപൂർണമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുന്നംകുളം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന EA ജോസ് മാസ്റ്റർ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് ചമന്നൂർ GMLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും സ്നേഹപ്പൊതി വിതരണത്തിന്റെ പ്രഖ്യാപനവും നടത്തി. നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിക്ക് ചാലിശ്ശേരി പോലീസിന്റെ കൈത്താങ്ങ്. ചാത്തന്നൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ചാലിശ്ശേരി പോലീസിന്റെ സഹായത്താൽ ബാഗ്, പുസ്തകം, കുട തുടങ്ങിയ പഠനോപകരണങ്ങളും കളിക്കാൻ ഫുട്ബോളും ലഭ്യമാക്കിയത്. നെല്ല് സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയ CPM നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു CC ശ്രീകുമാർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അരിയന്നൂർ പ്ലാക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോക്കറ്റ് മാതൃക ശ്രദ്ധേയമായി. അഗതിയൂർ DVMLP സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് വിദ്യാർത്ഥികളാണ് ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി പാഴ്വസ്തുക്കൾ കൊണ്ട് 8 അടി വലിപ്പമുള്ള റോക്കറ്റിന്റെ മാതൃക നിർമ്മിച്ചത്. ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ SM പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന 1947 എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ സ്വിച്ച് ഓൺ പന്നിത്തടം അമീഗോ കഫേയിൽ നടന്നു. ശാസ്ത്ര കൗതുകമുണർത്തി പഴഞ്ഞി മാർബസേലിയോസ് LP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം വൈസ്മെൻസ് ക്ലബിന്റെ 2024-25 ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ചാവക്കാട് അമൃത വിദ്യാലയത്തിൽ വേദവ്യാസന്റെ ജന്മദിനം ആഘോഷിച്ചു. വിധവാക്ഷേമ സംഘം ആർത്താറ്റ് യൂണിറ്റ് സമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. തിരുവത്ര താഴത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷ്ര മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.